അധികാരത്തിലേറിയതിന് പിന്നാലെ UDF സർക്കാരിനെ വെട്ടിലാക്കി ഘടക കക്ഷികളുടെ അനാവശ്യ സമ്മർദ്ദ തന്ത്രങ്ങളും പദവിമോഹങ്ങളും. സംസ്ഥാനത്തെ വിവിധ ബോർഡുകളിലെയും കോർപ്പറേഷനുകളിലെയും അധ്യക്ഷ സ്ഥാനങ്ങൾ തട്ടിയെടുക്കാൻ ഘടക കക്ഷികൾ സർക്കാരിനുമേൽ കടുത്ത സമ്മർദ്ദം ചെലുത്തുന്ന കാഴ്ചയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. സാധാരണക്കാരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞു പ്രവർത്തിക്കേണ്ടതിന് പകരം ക്യാബിനറ്റ് പദവികൾ വെട്ടിപ്പിടിക്കാനുള്ള മത്സരത്തിലാണ് മുന്നണിയിലെ പ്രമുഖ കക്ഷികൾ. KPCC പ്രസിഡന്റിനെ നിശ്ചയിച്ച ശേഷം മാത്രം UDF യോഗം വിളിച്ചാൽ മതി എന്ന തീരുമാനമാണ് ഇപ്പോൾ ഘടക കക്ഷികളെ ചൊടിപ്പിച്ചിരിക്കുന്നത്. യോഗത്തിൽ വെച്ചാകും ആർക്കൊക്കെ ഏതൊക്കെ സ്ഥാനങ്ങൾ നൽകണമെന്നതിൽ ഔദ്യോഗിക പ്രഖ്യാപനമുണ്ടാവുക. സംസ്ഥാന ബജറ്റ് കഴിഞ്ഞ ഉടൻ തന്നെ UDF യോഗം വിളിച്ച് ബോർഡ് കോർപ്പറേഷൻ വിഭജന ചർച്ചകളിലേക്ക് കടക്കുമെന്നായിരുന്നു ഘടക കക്ഷികളുടെ ആദ്യ കണക്കുകൂട്ടൽ. എന്നാൽ ബജറ്റ് അവതരണം കഴിഞ്ഞിട്ടും UDF യോഗം എന്ന് വിളിക്കണമെന്ന കാര്യത്തിൽ തീരുമാനമാകാതെ നീണ്ടുപോവുകയാണ്. ഇതാണ് മുന്നണി നേതാക്കളെ പ്രകോപിപ്പിച്ചിരിക്കുന്നത്. UDF സർക്കാർ അധികാരത്തിൽ വന്നതിനു പിന്നാലെ പഴയ സർക്കാർ നിയോഗിച്ച ഭൂരിഭാഗം ബോർഡ് കോർപ്പറേഷൻ അംഗങ്ങളും ചെയർമാൻമാരും രാജിവെച്ചിരുന്നു. ഇതോടെ പല സുപ്രധാന സ്ഥാപനങ്ങളും നിലവിൽ നാഥനില കളരിയായി മാറിയിട്ടുണ്ട്. അതിവേഗം വിഭജനം പൂർത്തിയാക്കണമെന്നാണ് ഘടക കക്ഷികൾ ആവശ്യപ്പെടുന്നത്. എന്നാൽ കേവലം ബോർഡ് പദവികൾ കൊണ്ട് തൃപ്തരാകാതെ വൻ സാമ്പത്തിക ബാധ്യത വരുത്തിവെക്കുന്ന ക്യാബിനറ്റ് പദവികൾ ആവശ്യപ്പെടുന്നവരുടെ എണ്ണം ഏറുന്നത് മുന്നണിയിൽ വലിയ തലവേദനയുണ്ടാക്കുന്നുണ്ട്. പ്രായാധിക്യം കാരണം ഇക്കുറി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതിരുന്ന PJ ജോസഫിന് ഭരണരംഗത്ത് പങ്കാളിത്തം ഉറപ്പുവരുത്താൻ ക്യാബിനറ്റ് പദവി വേണമെന്ന ആവശ്യവും കേരള കോൺഗ്രസ് ഇതിനോടകം മുന്നോട്ട് വെച്ചു കഴിഞ്ഞു. MK മുനീറിന് ക്യാബിനറ്റ് പദവി നൽകണമെന്ന ആവശ്യവുമായി ലീഗും രംഗത്തുണ്ട്. ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷ സ്ഥാനം അല്ലെങ്കിൽ വയോജന ക്ഷേമ കമ്മീഷൻ പദവികൾ നൽകണമെന്നാണ് ലീഗിന്റെ പ്രധാന ആവശ്യം. ഇതിനോടകം തന്നെ ക്യാബിനറ്റ് പദവി വേണമെന്ന ആവശ്യം മാണി C കാപ്പനും ഉന്നയിച്ചിട്ടുണ്ട്. സുപ്രധാനപരമായ ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷ സ്ഥാനം യാതൊരു കാരണവശാലും ലീഗിന് വിട്ടുകൊടുക്കരുതെന്ന ആവശ്യവും കോൺഗ്രസിനുള്ളിൽ ശക്തമായി ഉയരുന്നുണ്ട്. എന്നാൽ ഇതിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ലെന്ന നിലപാടിലാണ് മുസ്ലിം ലീഗ്. UDF യോഗം അടിയന്തരമായി ചേരാൻ ഏറ്റവും കൂടുതൽ സമ്മർദ്ദം ചെലുത്തുന്നതും ലീഗാണ്. ഏകപക്ഷീയമായി സർക്കാരിനെ മുന്നോട്ട് വിടാൻ തങ്ങൾ തയ്യാറാണെന്ന് ലീഗ് നേതാക്കൾ UDF നേതൃത്വത്തെ തുറന്നടിച്ചുകൊണ്ട് അറിയിച്ചു കഴിഞ്ഞു. വികസനത്തിനും ജനക്ഷേമത്തിനും ഊന്നൽ നൽകേണ്ട സമയത്ത് സ്വന്തം നേതാക്കൾക്ക് പദവികൾ വെച്ചു നീട്ടാൻ ഘടക കക്ഷികൾ നടത്തുന്ന ഈ വടംവലി UDFൽ വൻ പ്രതിസന്ധിയാണ് ഉണ്ടാക്കുന്നത്.